ദൈവത്തിന്റെ അതിമഹത്വമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരെയും ഡെയിലി മനയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 13-14 വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. പ്രിയ ദൈവമക്കളെ, ചില മനുഷ്യർ നടക്കുന്നത് മുൻപോട്ടാണെങ്കിലും അവരുടെ ജീവിതം മുൻപോട്ട് പോകാറില്ല. കാരണം അവരുടെ കാലുകൾ ഇന്നിലാണെങ്കിലും അവരുടെ മനസ്സ് ഇന്നലയിലാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർ ഇന്നും പഴയ മുറിവുകളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. പഴയ പരാജയങ്ങളെ കുറിച്ച് അവർ കരഞ്ഞു ദുഃഖിച്ചിരിക്കാറുണ്ട്. പഴയ തെറ്റുകളെ കുറിച്ച് കുറ്റബോധത്തിൽ ജീവിക്കാറുമുണ്ട്. പഴയ അപമാനങ്ങളെ വീണ്ടും വീണ്ടും ഓർത്ത് ദുഃഖിച്ച് സമയം പാഴാക്കാറുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ദൈവം തുറന്നു കൊടുക്കുന്ന പുതിയ വാതിലുകൾ പോലും അവർ കാണാതെ പോകുന്നത്. ഇന്ന് ഇവിടെ പൗലോസ് തന്റെ വിജയത്തിന്റെ രഹസ്യമാണ് വെളിപ്പെടുത്തുന്നത്. ഒന്ന് ഞാൻ ചെയ്യുന്നു. പൗലോസ് ഒരിക്കലും പറയുന്നില്ല 10 കാര്യങ്ങൾ ഞാൻ ചെയ്തു, 100 കാര്യങ്ങൾ ചെയ്തു. അല്ല, പൗലോസ് പറയുന്നു ഒറ്റ കാര്യം ഞാൻ ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലും ചില സാഹചര്യങ്ങൾ മാറാൻ ഒരു കാര്യം മതി, ഒരു തീരുമാനം മതി. ജീവിതം തന്നെ മറിയാൻ സാധ്യതകളുണ്ട്. ഇവിടെ പൗലോസ് ജനിച്ചപ്പോൾ പൗലോസ് ആയിരുന്നില്ല, പൗലോസ് ശൗലായിരുന്നു. അവന്റെ ജീവിത ലക്ഷ്യം എന്തായിരുന്നു? ക്രിസ്ത്യാനികളെ നശിപ്പിക്കുക, സഭയെ നശിപ്പിക്കുക, യേശുവിന്റെ നാമം ഇല്ലാതാക്കുക. ഇതൊക്കെയായിരുന്നു ശൗലിന്റെ ഉദ്ദേശം. സ്തേഫാനോസ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നുകൊണ്ട് സമ്മതം പറഞ്ഞ മനുഷ്യനാണ് പൗലോസ്. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ ഒരു ദിവസം ശൗല് യേശുവിനെ കണ്ടുമുട്ടി. ആ കണ്ടുമുട്ടൽ തന്നെ ശൗലിന്റെ ജീവിതം മുഴുവനെ മാറ്റിമറിച്ചു, തന്റെ ഭാവിയെ മാറ്റിമറിച്ചു. ശൗല് കണ്ടത് തന്റെ ഭൂതകാലമാണെങ്കിൽ ദൈവം കണ്ടത് പൗലോസ് എന്ന ഭാവിയെയാണ്. പൗലോസിന്റെ ഓർമ്മശക്തി അവിടെ നഷ്ടപ്പെട്ടിട്ടല്ല. പൗലോസ് തന്റെ ഭൂതകാലം മുഴുവൻ ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ അവൻ ഒരു തീരുമാനമെടുത്തു: എന്റെ ഇന്നലെ എന്റെ നാളെയെ നിയന്ത്രിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ഇതാണ് ഈ വാക്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. സാത്താൻ എപ്പോഴും നമ്മളോട് പറയും, നീ ആരായിരുന്നു എന്ന് നീ ഓർക്കണം. ദൈവം പറയും, ഞാൻ നിന്നെ ആരാക്കി മാറ്റിയിരിക്കുന്നു എന്ന് നീ ഓർക്കണം. പാപത്തിന്റെ കുറ്റബോധമാണ് ചിലരെ ചുമന്നുകൊണ്ട് നടക്കുന്നത്. പലരും പരാജയത്തിൽ ജീവിക്കുന്നില്ല എങ്കിലും പരാജയത്തിന്റെ ഓർമ്മയിലാണ് ജീവിക്കുന്നത്. പലരും ബന്ധനത്തിലല്ല എങ്കിലും ഭൂതകാലത്തിന്റെ നിഴലിലാണ് അവർ ജീവിക്കാറുള്ളത്. അതുകൊണ്ടാണ് ദൈവം മുന്നോട്ട് വിളിച്ചിട്ടും അവർ പിന്നിലേക്ക് നോക്കി ഓടുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാർ ഓടിക്കുമ്പോൾ കാറിന്റെ മുന്നിൽ വലിയ ഗ്ലാസ്, പിന്നിൽ ചെറിയ ഗ്ലാസുമാണ് കാണാറുള്ളത്. കാരണം മുന്നിലുള്ള വഴിയാണ് പ്രധാനപ്പെട്ടത്, പിന്നിലുള്ളത് അറിയാൻ മാത്രമാണ്. അതിനെ നോക്കി യാത്ര ചെയ്താൽ അപകടമാണ്. അനേക വിശ്വാസികളും ഇന്ന് അവർ മുന്നിലുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തെക്കാൾ പിന്നിലുള്ള മുറിവുകളെയാണ് കൂടുതൽ നോക്കുന്നത്. അതുകൊണ്ട് അവരുടെ യാത്ര എങ്ങും എത്തിച്ചേരാറില്ല. പ്രിയ ദൈവമക്കളെ, ഇവിടെ പൗലോസ് പറയുന്നത് പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിന്റെ പരമവിളിയുടെ ലാഹിലേക്ക് വിശ്വസ്തയോടെ ഓടുക. ആഞ്ഞും കൊണ്ട് എന്ന വാക്ക് ഒരു ഓട്ടക്കാരന്റെ ഭാഷയാണ്. ലക്ഷ്യസ്ഥാനം കാണുമ്പോൾ ഓട്ടക്കാരൻ പിന്നിലേക്ക് നോക്കത്തില്ല, അവൻ തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് മുന്നിലേക്ക് കുതിക്കും. ആത്മീയ ജീവിതം അതു തന്നെയാണ്. ഇന്നലെ സംഭവിച്ചതിൽ കുടുങ്ങി നിൽക്കുകയാണെങ്കിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന നാളെയിലേക്ക് എത്താൻ കഴിയത്തില്ല. യോസഫിനെ നിങ്ങളൊന്ന് നോക്കിക്കേ. സഹോദരങ്ങൾ അവനെ കുറ്റപ്പെടുത്തി, ഒറ്റപ്പെടുത്തി, അടിമയായി വിറ്റു, ജയിലിൽ അടച്ചു. എന്നാൽ യോസഫ് തന്റെ ഭൂതകാലത്തിൽ ജീവിച്ചോ? ഇല്ല. ദൈവം അവനെ മുന്നോട്ട് നടത്തി ഒടുവിൽ മിസ്രയീമിന്റെ ഭരണാധികാരിയാക്കി മാറ്റി. അതേസമയം തന്നെ ലോത്തിന്റെ ഭാര്യ പിന്നിലേക്ക് നോക്കി. അവളുടെ ശരീരം മുന്നോട്ടായിരുന്നെങ്കിലും ഹൃദയം പിന്നിലായിരുന്നു. അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി. അതുകൊണ്ട് അവൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നില്ല. നമ്മുടെ ജീവിതത്തിലും ചില ഓർമ്മകൾ ദൈവത്തിന്റെ കാൽക്കൽ വെച്ചിട്ട് മുന്നോട്ട് നടക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. മുന്നോട്ട് തന്നെ ഓടുക. ദൈവം നിങ്ങൾക്കൊരു പുതിയ അധ്യായം തുറക്കുമ്പോൾ പഴയ അധ്യായം വീണ്ടും വീണ്ടും വായിച്ചിരുന്ന സമയം നഷ്ടപ്പെടുത്തരുത് എന്ന് കർത്താവ് നമ്മോട് പറയുന്നത്. നിങ്ങളെ വിളിച്ചത് പുറകോട്ട് പോകാനല്ല, മുൻപോട്ട് ഓടാനാണ്. അതുകൊണ്ട് പിമ്പിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാഹിലേക്ക് നമുക്ക് വിശ്വസ്തയോടെ ഓടാം. അതുകൊണ്ട് ഈ വചനം ശ്രവിച്ച എല്ലാവരെയും ദൈവം ഈ സമയം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.